തലസ്ഥാനത്തെ ഒച്ചപ്പാടിനൊക്കെ ഇടയിൽ അല്പസമയം സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ഇടം പരിചയപ്പെടുത്തി തരാം. കരമന ആഴങ്കൽ വാക്ക്വേ. അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ ആഷൻ ഡിയാഗോ കാട്ടിത്തരും. കരമനയാറിൻ തീരത്ത് വൻമരങ്ങളുടെ തണലേറ്റ് സുഹൃത്തുക്കളോടൊപ്പം അല്പനേരം സൊറ പറഞ്ഞിരിക്കാൻ ഒരിടം. അതാണ് കരമന ആഴങ്കൽ വാക്ക്വേ. നഗരജീവിതത്തിലെ ഒച്ചപ്പാടുകൾക്കും തിരക്കിനുമിടയിൽ ഈ വാക്ക്വേ തലസ്ഥാന നിവാസികൾക്ക് ആശ്വാസമാവുകയാണ്. നദീ സംരക്ഷണവും അതോടൊപ്പം തന്നെ നമുക്ക് വന്നിരിക്കാനും ആശയവിനിമയം നടത്താനൊക്കെ പറ്റിയൊരു സംഗതിയാണ് ഞങ്ങൾ കാണുന്നത്. ഇതൊരു വലിയൊരു സങ്കല്പമാണ്. ഇങ്ങനെ ഒരു മനുഷ്യർക്കെല്ലാം ഒരു വന്നിരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും തമ്മിലുള്ള ഒരു സാഹോദര്യവും അതൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട് വരാനും പറ്റിയ നല്ലൊരു ആശയമാണിത്. കഴിഞ്ഞ ദിവസം ഇത് ആഴങ്കലുവരെ ഞങ്ങൾ നടന്നായിരുന്നു. നടന്നപ്പം വളരെ കാവ്യാത്മകമായിട്ടുള്ളൊരു മനസ്സുള്ള ഏതൊരു ആർക്കിടെക്റ്റിൻ്റെ ഒരു 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 പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിൻ ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്ന് തോന്നി. ഈ നഗരമധ്യത്തിൽ ഒരു ഹരിത ഇടം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ശരിക്കും നമ്മളിവിടെ അനുഭവിക്കുന്നത്. ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ഒരുപാട് കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഞാൻ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്മാർട്ട് സിറ്റിക്കാണ് നവീകരണ ചുമതല. വിശ്രമത്തിനും വ്യായാമത്തിനും ചെറാഘോഷങ്ങൾക്കും പറ്റിയ ഒരു ഇടം കൂടിയാണ് ഇവിടം. ഒരുപാട് കുട്ടികൾ സൈക്കിൾ ഓടിച്ച് എൻജോയ് ചെയ്യുന്നു. ഫാമിലീസും കപ്പിൾസും എല്ലാം സമാധാനമായിട്ട് നേച്ചറിൻ്റെ സൗണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യണുണ്ട്. അവർക്ക് ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഒരു സ്പേസ് എസെൻഷ്യലാണ്. അത് ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഇതൊരു സിറ്റി ഏരിയ ആണ്. അപ്പോൾ ആൾക്കാർ ഈ ഒഴുകുന്ന ഒരു വെള്ളത്തിൽ വേസ്റ്റ് ഇടുമ്പം സെഡിമെൻറ്റേഷൻ പറഞ്ഞതും കൂടുതലാണ്. സോ അതിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനെ മനോഹാരിതയ്ക്ക് അത്യാവശ്യം മാറ്റുകൂട്ടും എന്ന് പറയും. അപ്പോൾ തലസ്ഥാനത്തെ ഒച്ചപ്പാടുകളിൽ നിന്നൊക്കെ മാറി അല്പനേരം സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ നിർമ്മൻകരയിലെ ഈ പാർക്കിലേക്ക് വന്നാൽ മതി. ഇവിടെ ഈ നദീതീരത്ത് മരത്തണലിൽ അടിയിലിരുന്ന് അല്പസമയം സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് മനസ്സമാധാനത്തോടെ ഒരു ദിവസം തുടങ്ങാൻ കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.